SNDP യോഗത്തിൽ മലപ്പുറത്തുകാരെ രൂക്ഷമായി വിമർശിച്ച് വെള്ളാപ്പള്ളി നടേശൻ. വിവാദമുണ്ടാക്കുന്ന വിദ്വേഷകരമായ പ്രസംഗമായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി നടത്തിയത്. ഒരു സ്വതന്ത്രമായ വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. മലപ്പുറം പ്രത്യേക രാജ്യവും പ്രത്യേകം ചില ആളുകളുടെ സംസ്ഥാനവുമാണ്. സ്വതന്ത്രമായ വായു ശ്വസിച്ചും അഭിപ്രായം പറഞ്ഞും മലപ്പുറത്ത് ജീവിക്കാൻ കഴിയില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. SNDP നിലമ്പൂർ യൂണിയൻ സംഘടിപ്പിച്ച കൺവെൻഷനിലായിരുന്നു വിവാദ പ്രസംഗം നടന്നത്. എനിക്ക് ആരോഗ്യമില്ലെന്നാണ് പറയുന്നത്, എന്നാൽ ഞാൻ നല്ല ആരോഗ്യവാനാണ്. ഞാൻ എങ്ങനെയെങ്കിലും മയ്യത്തായാൽ മതിയെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കൂടെ പപ്പടം തിന്നിട്ടേ ഞാൻ പോകൂ. വയസ്സിപ്പോൾ 88ആയി. രാവിലെ പോന്നതാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു. ഇവിടെ വരണമെന്ന് തോന്നി. കാരണം പണ്ട് തൊട്ടേ വളരെ സ്നേഹം തന്നിട്ടുള്ള ആളാണ് ഈ യൂണിയൻ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരണമെന്ന് എനിക്ക് തോന്നിയത്. 5 മണിക്ക് എഴുന്നേറ്റ് പുറപ്പെട്ട് ഇവിടെ നേരത്തെ എത്തി. 2:30-ക്കെത്തി. കിടന്നൊന്നുറങ്ങി, എന്നിട്ട് വന്നു. നാളെ പോകും. ഒരു വിഷമവും തോന്നുന്നില്ല. ഒരു വിധത്തിലുള്ള ആരോഗ്യക്കുറവും തോന്നുന്നില്ല. നിങ്ങൾ തരുന്ന സ്നേഹവും സന്തോഷവും പിന്തുണയുമാണ് എന്റെ ആരോഗ്യം. നേരത്തെ പറഞ്ഞതുപോലെ 88 വയസ്സായിട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. 30ാമത്തെ കൊല്ലമാണ് SNDPയുടെ യോഗത്തിൽ സെക്രട്ടറി ആയിട്ട് ഞാൻ തുടങ്ങിയിട്ട്. അത് പ്രത്യേകിച്ചും ഏറനാട് യൂണിയൻ എന്നും എനിക്ക് ഒരുപാട് പിൻബലവും തുടക്കകാലം തൊട്ട് തന്നെ നൽകി. സംഘടനാ പ്രവർത്തനത്തെപ്പറ്റി അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവരിൽ നിന്നും പലതും പഠിക്കാനേയുള്ളൂ. അതിനെല്ലാ കാര്യങ്ങളും സംഘടനാ കാര്യങ്ങളിൽ മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന ഈ മലപ്പുറത്തെ അപൂർവം ചില യൂണിയനുകളിൽ ഒന്നാണ് നിങ്ങളുടെ യൂണിയൻ. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി. വരണമെന്ന് പല പ്രാവശ്യം നിർബന്ധിച്ച് ഞാൻ വരില്ലെന്നാണ് നിങ്ങളുടെ സെക്രട്ടറിയോടൊക്കെ പറഞ്ഞത്. എത്രയോ കാലമായി വന്നിട്ട് ഈ പ്രാവശ്യമെങ്കിലും വരണമെന്ന് സെക്രട്ടറി എന്നോട് പറഞ്ഞു. ആരോഗ്യവും മനസ്സുമൊക്കെ റെഡിയാണെങ്കിൽ ഞാൻ വന്നുകൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നോക്കിയപ്പോഴത്തേക്കും 3-4 ദിവസമായിട്ട് ഞാൻ നല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എന്നുമെന്നും സംഘടനയോടും സമുദായത്തോടും വളരെ കൂറ് പുലർത്തുന്ന യൂണിയനും സമുദായ അംഗങ്ങളും നിങ്ങളുടെ പരിമിതികളും പ്രയാസങ്ങളും എനിക്കറിയാം. നിങ്ങളൊരു പ്രത്യേക ഒരു രാജ്യത്തിനിടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും തിരക്കുകളോടുമൊക്കെ പേടിച്ച് ഇങ്ങനെ ഭയന്നൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും സ്വതന്ത്രമായ വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മലപ്പുറം പ്രത്യേകതരം ഒരു രാജ്യമാണ്. പ്രത്യേകം ചില ആളുകളുടെ സംസ്ഥാനമാണ്. വെള്ളാപ്പള്ളി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ടും സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഗുണഫലത്തിന്റെ ഒരു അംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? മഞ്ചേരി ഉള്ളതുകൊണ്ട്, അദ്ദേഹത്തിന് ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് കുറച്ചു പേർക്കെല്ലാം സ്വാതന്ത്ര്യത്തിന് അവസരമുണ്ടായി. ഇവിടെ പല ഭരണകൂടങ്ങളും വന്നു. വന്നവനും പോയവനുമെല്ലാം തന്നെ അവരുടെ കുടുംബസ്വത്തായി കണക്കാക്കിക്കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊണ്ടുപോയപ്പോൾ ഞങ്ങളാണ് അവരെ സംരക്ഷിക്കാൻ നിലകൊണ്ടത്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു പൊട്ടും പൊടിയെങ്കിലും അയ്യപ്പനെ ഇരിക്കട്ടെ എന്ന് കണക്കാക്കി ഒരു പൊടി പള്ളിക്കൂടമെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചു. കോളേജെങ്കിലും ഉണ്ടോ എന്നും വെള്ളാപ്പള്ളി ചോദിക്കുന്നു.